വീണ്ടും കുട്ടനാട്ടിലേക്കാണ്. അവിടുത്തെ ആവേശ കാഴ്ചകളിലേക്കാണ്. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നുണ്ട് SKN പെട്ടെന്ന് വരൂ, പ്രേക്ഷകർ കട്ട വെയിറ്റിംഗിലാണെന്ന് പറയുന്നുണ്ട്. വളരെ വേഗം അദ്ദേഹം അവിടെ എത്തും, ആവേശത്തിന്റെ ഭാഗമാകും. നമ്മളൊന്ന് ടോബി ജോൺസണിലേക്ക് വളരെ വേഗത്തിൽ ഒന്ന് പോവുകയാണ്. ടോബി ഫിനിഷിംഗ് പോയിന്റിലല്ലേ? എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ? ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഫിനിഷിംഗ് പോയിന്റിന്റെ തൊട്ടടുത്തുള്ള റോസ് പൗലിന് ഇവിടെയാണ് ആ നിർണായകമായിട്ടുള്ള ചരിത്ര നിമിഷം കാണാൻ വേണ്ടി ആളുകൾ വന്ന് കൂടിയിരിക്കുന്ന, അല്ലെങ്കിൽ അക്ഷമരായിട്ട് കാത്തിരിക്കുന്ന, ഏറ്റവും ആവേശത്തോടെ കാത്തിരിക്കുന്ന ആ വള്ളംകളി പ്രേമികളുള്ള സ്ഥലം ഇത് തന്നെയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട്? ആരായിരിക്കും ഇത്തവണ കപ്പടിക്കുക? അതായത് കഴിഞ്ഞ തവണ കപ്പടിച്ച വിയവർ ഇത്തവണയും കപ്പടിക്കുകയാണ്. ഞാനിപ്പോ പോകുന്നത് എന്റെ ഒരു സ്വകാര്യ അഹങ്കാരത്തിലേക്കാണ്. കാരണം കുമരകത്ത് നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. കോട്ടയം ടൗൺ ബോട്ട് ക്ലബ്ബുകാരാണ്. കോട്ടയം ടൗൺ ബോട്ട് ക്ലബ്ബുകാർ ഇവിടെ നടുഭാഗം തുടരാൻ വേണ്ടിയാണ്. കപ്പടിക്കോ? ഇവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ അതാണ് KTBC-യുടെ ആവേശമാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ കാഴ്ചാലുണ്ട്, UBC ഉണ്ട്, അതുപോലെ തന്നെ VBC ഉണ്ട്. എല്ലാ ബോട്ടുകൾ ക്ലബ്ബുകളുടെയും കാണികൾ, അവരുടെ ആരാധകർ അവിടെ ഇവിടെ വന്ന് തടിച്ചു കൂടിയിരിക്കുകയാണ്. ചേട്ടാ, ഇത്തവണ അടിക്കോ? കപ്പടിച്ചു അതാണ് കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡുകൾക്കാണ് ഇന്ന് KTBC-ക്ക്, അതായത് കുമരകം ടൗൺ ബോട്ട് ക്ലബിന് ആ കപ്പ് നഷ്ടപ്പെട്ടത്. അതിന്റെ ഒരു ആവേശം അവർക്കുണ്ട്. ഇത്തവണ അവർ സജ്ജരാന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആ ജേഴ്സി ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണാം. അവർ മറ്റാരുമല്ല, കാരിച്ചാലുകാരാണ്. കാരിച്ചാൽ ചുണ്ടർ ഇത്തവണ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് അവർക്കിടയിലേക്ക് കൂടി പോവാം. ഇത്തവണ കാരിച്ചാൽ കപ്പ് കൊണ്ടുപോവോ? ഒരു സംശയം വേണ്ട, ഇത്തവണ കാരിച്ചാലും നടുഭാഗക്കാർ പറയുന്നത് അവർക്ക് പറയാം, ഞങ്ങൾക്ക് നേടാം. 101%. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുന്നമടയുടെ ചക്രവർത്തി കപ്പടിക്കുന്നത് നമുക്കെല്ലാം ഒരുമിച്ച് നിന്ന് കാണാം. ചക്രവർത്തി അവരുടെ ഒരു കപ്പും കൂടി അവർക്കൊപ്പം കിട്ടും. ഈ ഒരു നെഹ്റു ട്രോഫി അവർക്കൊപ്പം വരുമ്പം തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും ഒരു ഉച്ചഭക്ഷണത്തിന്റെ ഒരു അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഇഷ്ടപ്പെട്ട ചുണ്ടന് വേണ്ടി അവർ അവിടെ നിലയുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഹാഷ്മിയിലേക്കും വിജയകുമാറിലേക്കും ഒരിക്കൽ കൂടി പോവുകയാണ്. ഹാഷ്മി, വിജയകുമാർ, ഈ ആവേശം മൂത്ത് നിങ്ങൾ കായലിൽ ചാടുമോ എന്നൊക്കെ ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഇവിടെ കായലിൽ ആവേശം മൂത്ത് ചാടിക്കിടക്കുന്ന കുറേ ആളുകളുണ്ട് ഉന്മേഷ്. പക്ഷേ നമുക്ക് ചാടാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം ചാടാത്തതാണ്. പക്ഷേ ആവേശം മൂത്ത് ചാടിക്കിടന്ന് നീന്തി കളിക്കുന്ന കുറേ അധികം ആൾക്കാരെ അവിടെ കണ്ടു. ഇവിടെ ഓരോരോ കലാരൂപങ്ങളാണ്. അവിടെ നൃത്യങ്ങൾ അവിടെ ഉണ്ട്. വെളിച്ചപ്പാട് ആഞ്ഞുറഞ്ഞു തുള്ളുന്നു. ഉന്മേഷ്, ആ വെളിച്ചപ്പാടിന്റെ ലോക്കറ്റിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതിനകത്തൊരു എന്താണ് സ്കാൻ ചെയ്യാനുള്ള മറ്റേ QR കോഡ് കാണാം എന്ന് തോന്നുന്നു. ഉന്മേഷ്, അവിടെ ഒരു QR കോഡ് ലോക്കറ്റാക്കി അവിടെ വെളിച്ചപ്പാട് നിൽക്കുകയാണ്. എന്തായാലും വെളിച്ചപ്പാടൊക്കെ ആഞ്ഞു തുള്ളുന്നു. ഇവിടെ ഫിനിഷിംഗ് പോയിന്റിൽ ഒരുപാട് വള്ളങ്ങളും, ചെറിയ വള്ളങ്ങളും, വലിയ വള്ളങ്ങളും, ബോട്ടുകളും ഒക്കെ ആയി ഫിനിഷിംഗ് പോയിന്റിനടുത്ത് കാത്തിരിക്കുന്നു. ഇവിടെ നമ്മുടെ ക്യാമറാമാൻ പോളേട്ടനുണ്ട്. പോളേട്ടൻ ഒരു PP2 ഭയങ്കര ബഹളമാണ് ഇവിടെ. ഇതാണ് ആ PP. ഇതാണ് ഉന്മേഷ്, ഇതൊരു PP ആണ്. ഈ PP എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ ഇത് അയ്യോ പോയി. ഇതാണൊരു PP. ഇവിടെ വള്ളംകളിക്ക് വരുന്ന എല്ലാവരുടെയും കാഴ്ചയാണ്. പക്ഷേ ഇതാണെങ്കിൽ ഇതിങ്ങനെ ഇരുന്നാലും അതിഭീകരമായ ശബ്ദമാണ് ഈ PP-ക്ക്. ഈ PP-യുടെ ശബ്ദം മാത്രമേ ഈ ഏരിയയിൽ മൊത്തം കാണാനുള്ളൂ. എന്നുള്ള ഇതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മാതിരി സൗണ്ടാണ്. ഈ സൗണ്ടിന് ഇതിങ്ങനെ ഇരിക്കാൻ നോക്കണ്ട. ഈ പറഞ്ഞ PP-യാണ് ഇവിടെ മുഴുവനുള്ളത്. മാത്രമല്ല വള്ളത്തിനകത്തും ഇതുപോലെയല്ല മറ്റൊരു PP-യും താളത്തിന് ഉപയോഗിക്കുന്നുണ്ട്. വള്ളത്തിനകത്തെ താളത്തിലൊന്ന് ഇതാണ്, പിന്നെ ഒന്ന് വള്ളത്തിലുള്ള ഇടിയാണ്, പിന്നെ ട്രംപറ്റാണ്. അങ്ങനെ താളങ്ങളിൽ, മേളങ്ങളിൽ ആറാടി കൈക്കരുത്തുമായി നല്ല ചുണക്കുട്ടന്മാർ, നല്ല കരിമാടിക്കുട്ടന്മാർ അല്പസമയത്തിനകം ചുണ്ടൻ വള്ളങ്ങളിലൂടെ ഈ പുന്നമടയുടെ ഓളപ്പരപ്പിലൂടെ ഒരു കൊള്ളിയാൻ കണക്കെ, ഒരു റോക്കറ്റ് കണക്കെ. ഇതാണ് പ്രശ്നം. ഹാഷ്മി, വിജയകുമാർ, അപ്പോൾ നിങ്ങളിലേക്ക് എത്താൻ കേട്ടോ. അപ്പം രണ്ടുപേരും അവിടെ നിൽക്കുക.